3-4 കൊല്ലം മുമ്പ് ഹാൻഡ് റൈറ്റിംഗ് ജോബ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ ഞാൻ ഫോണിൽ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ പിറകെ പോയത്. അപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്നതൊക്കെ എനിക്ക് ഓക്കെ ആയി. ഞാൻ ആ ജോബിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ ഫസ്റ്റ് പറഞ്ഞു 790 രൂപ രജിസ്ട്രേഷൻ ഫീ അടക്കണം എന്ന് പറഞ്ഞു. അതും അടച്ച് ആ ജോബിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞു വന്നപ്പോൾ അതൊരു ടൈപ്പിംഗ് ജോബാണ്. അവർ തരുന്ന നോട്ട് ടൈപ്പ് ചെയ്തിട്ട് PDF ആക്കി അവർക്ക് അയച്ചു കൊടുക്കുക വേണ്ടത്. അതൊരു റണ്ണിങ് ലെറ്ററിലുള്ള നോട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല അത് നല്ലൊരു ജോബ് അല്ലേന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ജോബ്. ഞാനത് ഓക്കെ പറഞ്ഞു. രജിസ്ട്രേഷൻ ഫീ ഒക്കെ അടച്ചു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഒരു കൊറിയർ വന്നു. അപ്പോൾ അവിടെ പറഞ്ഞു 300 രൂപ അടച്ചാലേ കൊറിയർ കിട്ടുന്നു. ഞാൻ അവരെ വീണ്ടും വിളിച്ചു. കാരണം 790 രൂപ ആദ്യം രജിസ്ട്രേഷൻ ഫീ അടച്ചതാണല്ലോ, പിന്നെ ഇവിടെ 300ന്റെ ആവശ്യം എന്താണെന്നുള്ളതിൽ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന്റെ റൂളാണെന്ന് പറഞ്ഞു. ഇതൊന്നും അവർ കയ്യിൽ വെക്കുന്നതല്ല, ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ളത്. ഇതൊക്കെ അവർ നമുക്ക് ഞാൻ ഈ ടൈപ്പ് ചെയ്ത് അയക്കുന്നതിന്റെ കൂടെ ഈ നോട്ടും കൂടി അയച്ചു കൊടുത്താൽ അവർ തിരിച്ചു തരും എന്ന് പറഞ്ഞു 300 രൂപ. പിന്നെ ഞാൻ അവിടെ ഒന്നും ചിന്തിക്കാൻ പോയില്ല. കാരണം 790 രൂപ ആദ്യം അടച്ചിട്ടുണ്ടല്ലോ, ഇത് അടക്കാതിരുന്ന അതും കൂടി നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് ഞാൻ ആ 300 കൂടി അടച്ച് കൊറിയർ വാങ്ങി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. റണ്ണിങ് ലെറ്ററിലായിരുന്നു അത്. ചിലതൊന്നും ഒന്നും മനസ്സിലാകുന്നുണ്ടായില്ല. അതിന്റെ ലെഫ്റ്റും റൈറ്റുള്ള വേർഡ് വെച്ച് നടിക്കാത്തത് ഇങ്ങനെ ആയിരിക്കും, ഈ വേർഡ് ആയിരിക്കും ഇവിടെ സ്യൂട്ട് ആവാന്ന് വെച്ചിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവരെ വിളിച്ചിട്ട് പിന്നെ കിട്ടുന്നുണ്ടായില്ല. ചെയ്തു, അയച്ചു കൊടുത്തു. 2 ദിവസത്തിനുള്ള മെസ്സേജ് വന്നു ആ വർക്ക് റിജക്റ്റ് ആയിരുന്നു. അവരോട് അന്വേഷിച്ചപ്പോൾ അവർ ഒറ്റൊരു മെസ്സേജ് മാത്രം അവർ തിരിച്ചിട്ടു. കാരണം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തെറ്റായിരുന്നു. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത് മുഴുവൻ തെറ്റായിരുന്നു. കാരണം 7 തെറ്റൊന്നുമല്ല, അതിലും 7 തെറ്റ് വരെ അവർക്ക് ഓക്കെയാണ്. 7 തെറ്റിന് ശേഷം അവർക്ക് അഡ്ജസ്റ്റ് ആവില്ല, അത് ആ പൈസ ക്യാൻസലോ, അങ്ങനെ എല്ലാ ഷീറ്റിലും അങ്ങനെ തെറ്റുകളുണ്ട്. അതുകൊണ്ട് ആ വർക്ക് ഇല്ലാന്ന്. ആദ്യം അടച്ച പൈസ പോയി, 790 രജിസ്ട്രേഷൻ ഫീ പോയി, 300 രൂപ കൊറിയറിന് അടച്ചത് പോയി, മൊത്തത്തിൽ പോയി. അത്രയല്ലേ പറയണ്ടു. പക്ഷെ അവർ അയച്ചെന്ന പ്രിന്റ് നോട്ട് ഞാൻ തിരിച്ചയച്ചു കൊടുത്തു. ആ കൊറിയറിന് ഞാൻ ചാർജ് കൊടുത്തു. മൊത്തത്തിൽ പോയി. ചില കാര്യങ്ങളെല്ലാം നമ്മൾ വല്ലാണ്ടങ്ങ് ചിന്തിച്ച് ചിക്കി ചകഞ്ഞതിന്റെ വിത്തും വേരും എല്ലാം തേടിപ്പോകും. എന്നാലോ നമ്മൾ വീഴാനുള്ള കുഴിയാണെങ്കിൽ ഡയറക്റ്റ് ചെന്ന് ചാടിക്കൊടുക്കും. അത് നമ്മളെല്ലാവരും ഒരു സ്വഭാവം. ഇനി ഈ സ്കാമേഴ്സിനെ എങ്ങനെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ നോക്കിക്കൂടെ? ആദ്യം തന്നെ അവർ വരുന്നത് ഒരു ലേഡിയാണ്, HR എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് നമ്മളോട് സംസാരിക്കുക. എല്ലാ കേസിലും അങ്ങനെ ലേഡിയാ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. രണ്ടാമതെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് തന്നെ രജിസ്ട്രേഷൻ ഫീ ചോദിക്കുന്നുണ്ട് നമ്മളോട്. 790 ചോദിക്കുന്നുണ്ട്, 1200 ചോദിച്ചവരുണ്ട്. അങ്ങനെ ആദ്യം തന്നെ അവർ നമ്മളോട് രജിസ്ട്രേഷൻ ഫീ ചോദിക്കുന്നത്. മൂന്നാമതായി അവർ ഇഷ്ടം പോലെ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസും കുറെ പേരുകളും അവരുടെ ഡാറ്റയും പിന്നെ പൈസ അവർ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്, റീഫണ്ട് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്, ഇതെല്ലാം അവർ നമുക്ക് കാണിച്ചു തരും. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് വിശ്വസിച്ച് പോകും, വേറെ വഴിയൊന്നുമില്ല. നാലാമത്തത് അവർ നമുക്ക് ഒരു കൃത്യമായ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫോൺ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അവരെ കാണുന്നത് മുഴുവൻ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലൂടെ ചാറ്റിൽ മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റൂ. അല്ലാതെ കൃത്യമായിട്ടുള്ള ഫോൺ നമ്പറോ ഒരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. പിന്നെ കൃത്യമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാവില്ല, ഒതന്റിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാവില്ല. പല ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെയും പേരിൽ അവർ ഈ ഫ്രോഡ് പരിപാടി നടത്തുന്നുണ്ട്. ഇഷ്ടംപോലെ കൺസ്യൂമർ സെല്ലിലെല്ലാം ഇഷ്ടംപോലെ പരാതികൾ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. പിന്നെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. അവർ ഫസ്റ്റ് തന്നെ ആദ്യം പറയുന്നത് എക്സ്പീരിയൻസ് വേണ്ടെന്നും പിന്നെ ഒരുപാട് ഓഫറുകൾ അവർ നമുക്ക് തരുന്നുണ്ട്. കാരണം ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ 2 ആഴ്ചക്കുള്ള 12,000 രൂപ പറയുമ്പോൾ എന്നെ പോലെയുള്ള ആരായാലും ചിന്തിച്ചു പോകും, വെറുതെ വീട്ടിലിരിക്കുന്നവർ ചിന്തിച്ചു പോകും സൂപ്പർ അല്ലേന്ന്. ആ വിധത്തിൽ അവർ പരിപാടി നടത്തുന്നത്. കാരണം എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഓഫറായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ വല്ലാതെ പ്രഷർ ചെയ്യും നമുക്ക്. കാരണം പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടി അവർ നമുക്ക് വല്ലാത്ത പ്രഷർ തരും. ഇതൊക്കെ കണ്ട ഉറപ്പിച്ചോ ഇത് സ്കാം ആണെന്ന്. 5% ജെനുവിൻ എന്ന് പറഞ്ഞില്ലേ, അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്, പക്ഷെ കിട്ടാൻ പ്രയാസമാണെന്നേ ഉള്ളൂ. അവർക്ക് കൃത്യമായിട്ട് കോൺട്രാക്ട് ഉണ്ടാവും, ഓൺ ബോർഡ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും, അവരുടെ ഹയറിംഗ് പ്രോസസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ഫസ്റ്റിൽ നമ്മളോട് റെസ്യൂമേ ഒക്കെ ചോദിക്കുക, പിന്നെ അവർ ടൈപ്പിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, പിന്നെ അവർക്ക് ഓഫറിംഗ് ലെറ്റർ, കൃത്യമായ ഓഫറിംഗ് ലെറ്റർ ഉണ്ടാവും. ഇതൊക്കെ തന്നെ അവർ ജെനുവിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാവും, അതൊരു പ്രത്യേക കമ്പനി ആയിരിക്കും. ലിങ്ക്ഡിനിലും മറ്റും പേജ് ഉണ്ടാവും, അതിൽ റിവ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ ചെക്ക് ചെയ്താലും സെർച്ച് ചെയ്താലും നമുക്ക് കൃത്യമായിട്ട് അവർ ജെനുവിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവർ രജിസ്ട്രേഷൻ ഫീ, സെക്യൂരിറ്റി, ട്രെയിനിങ് കിറ്റ് ഇങ്ങനെയൊന്നും പറഞ്ഞ് നമ്മളോട് റീഫണ്ടിന്റെ പേരും പറഞ്ഞ് ഒരു പൈസ അവർ ഈടാക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ഒരു ജോബിനും പേ ചെയ്യേണ്ട ആവശ്യമില്ല, ജോബ് നമ്മളെയാണ് പേ ചെയ്യുന്നത്. അത് അവർ ആ ജെനുവിൻ സൈറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ക്വാറ, ഗൂഗിള്, കൺസ്യൂമർ സെല്ല്, ഇതിലെല്ലാം ബാഡ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അവർ ജെനുവിൻ ആണോ അല്ല സ്കാമേഴ്സ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു സ്കാമർ കമ്പനിക്കോ ഒരു സ്കാമേഴ്സിനോ ഒരിക്കലും ഒരു ലിങ്ക്ഡിൻ പേജ് എന്നല്ല, കൃത്യമായി വെബ്സൈറ്റ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വെബ്സൈറ്റ് ഉള്ള കമ്പനികൾ നോക്കിയെടുക്കുക, അവരുടെ റിവ്യൂസ് സെർച്ച് ചെയ്യുക, എന്തെങ്കിലും കൺസ്യൂമർ സെല്ലിൽ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ നോക്കി ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരു റിയൽ ജോബ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു റിയൽ കമ്പനി ആകുമ്പോൾ കൃത്യമായി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും, അവരുടെ പേ സൈക്കിളിനെ കുറിച്ചും ഹയറിംഗ് പ്രോസസ്സിനെ കുറിച്ചും എല്ലാം കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യും. അതേസമയം സ്കാമേഴ്സ് ആകുമ്പോൾ
അതിനൊന്നും നിൽക്കൂല. അവരും ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും വിളിച്ചാലൊന്നും കിട്ടൂല. നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജോബിന് വേണ്ടിയും പേ ചെയ്യേണ്ട, ജോബ് നിങ്ങളെയാണ് പേ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാനുള്ള കഴിവും ആർട്ട് വർക്കിനോട് ഇഷ്ടമുണ്ടെങ്കിൽ കാലിഗ്രാഫി പോലുള്ള ജെനുവിൻ ജോബിന് നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. അതൊരു ചെറിയൊരു ബിസിനസ് ആക്കി നിങ്ങൾക്ക് മാറ്റാനും പറ്റും. ഇവന്റ് മാനേജ്മെന്റുകാരും ആർട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഇപ്പം ജെനുവിൻ ജോബ് ഓഫർ ഇടുന്നുണ്ട്. ഈ ഹാൻഡ് റൈറ്റൻ സ്കിൽ ഉള്ളവർക്ക് വേണ്ടിയുള്ള ജെനുവിൻ ജോബ് ഓഫർ ഇടുന്നുണ്ട്. നിങ്ങളുടെ വർക്കിന്റെ സാമ്പിൾ ഉണ്ടാക്കി ഫൈവർ പോലുള്ള ജോബ് സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ സ്പേസ് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഇനി ഇതുപോലുള്ള സ്കാമേഴ്സിന്റെ പിറകെ പോയി അബദ്ധങ്ങളിൽ ഒന്നും ചാടരുത്. ഞാൻ ചാടൂല, നിങ്ങളും ചാടരുത്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.